ഈ മസ്ലിൻ സിൽക്കിലെ എംബ്രോയിഡറി ആയിട്ടുള്ള സിൽവാർ സെറ്റിന്റെ കളക്ഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. അഫോർഡബിൾ റേറ്റിലാണ് ഈ ഒരു സിൽവാർ സെറ്റ്സ് ഒക്കെ നമുക്ക് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ പാറ്റേൺ വരുന്നത്. യോക്കിലേക്ക് നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. ഫുള്ളായിട്ട് ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. പിന്നെ നമുക്ക് താഴേക്ക് വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു എംബ്രോയിഡറീസ് ആണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരും. നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫാബ്രിക് ആണ്. അത് ജോർജറ്റ് ഒക്കെ പോലെ നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഫാബ്രിക് ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ ആ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. ലൈറ്റ് ഒരു പീച്ച് ടോൺ ആണ്. ദുപ്പട്ട വരുമ്പോൾ നമുക്ക് ഓർഗൻസിലാണ് ദുപ്പട്ട വന്നേക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ടും എംബ്രോയിഡറിയും ഒരു സൈഡിൽ സ്കാലപ്പും ഇപ്പോഴത്തെ സൈഡിൽ ബോർഡർ നമുക്ക് എംബ്രോയിഡറി ആയിട്ട് വരും. ബോട്ടം സാറ്റിൻ സിൽക്കിന്റെ ബോട്ടം ആണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ഇത് സെയിം തന്നെ നമുക്ക് ലൈറ്റ് ഒരു ഗ്രേ ടോണിലാണ് വരുന്നത്. സെയിം എംബ്രോയിഡറി തന്നെയാണ് ഇതിലും വരുന്നത്. ദുപ്പട്ടയെ നമുക്ക് ഓർഗൻസയിൽ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ്. ഇങ്ങനെയാണ് ദുപ്പട്ട പാറ്റേൺ. ബോട്ടം നമുക്ക് സാറ്റിൻ സിൽക്കിന്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. സെയിം പാറ്റേൺ നമുക്ക് നല്ലൊരു ഡാർക്കർ ടോണിലാണ് വരുന്നത്. മെറൂണിൽ വന്നിട്ട് നമുക്ക് റെഡ് കളറുള്ള എംബ്രോയിഡറി ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. നല്ല സ്വീക്വൻസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടയെ നമുക്ക് നേരത്തെ കണ്ടതിൽ കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ് ദുപ്പട്ട. ഇതിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ സൈഡിൽ ഈ ഒരു എംബ്രോയിഡറി ആണ് വരുന്നത്. സ്കാലപ്പ് പാറ്റേൺ ചെയ്തിട്ടുണ്ട്. എംബ്രോയിഡറിയിൽ ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ബോട്ടം നമുക്ക് സാറ്റിൻ സിൽക്കിന്റെ ബോട്ടം ആണ് ഇതിലും പെയർ ചെയ്തേക്കുന്നത്. ഡാർക്ക് ഗ്രേ കളറിലാണ് ഈ ഒരു സെറ്റ് വന്നേക്കുന്നത്. സെയിം പാറ്റേൺ തന്നെയാണ്. ദുപ്പട്ടയെ നമുക്ക് ഓർഗൻസിൽ നമ്മളിപ്പോൾ കണ്ട മെറൂണിന്റെ സെയിം പാറ്റേൺ തന്നെയാണ് ദുപ്പട്ട വരുന്നത്. ബോട്ടം സാറ്റിൻ സിൽക്കിലാണ് പെയർ ചെയ്തേക്കുന്നത്.